Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Today in this lecture, we will be discussing about selection process. Recruitment and selection are two interrelated activities, but they have their own differences. After recruitment, the next process is selection process. The selection process can be defined as the process of selection and shortlisting of the right candidates with necessary qualification and skill set to fill the vacancy in an organization. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന വേക്കൻസിയെ കുറിച്ച് പബ്ലിക്കിലേക്ക് അറിയിക്കുകയും അതുവഴി കാൻഡിഡേറ്റ്സിനെ ആ ഒരു വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് നമ്മൾ പഠിച്ചത്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് ശേഷം അതിനുശേഷം നമുക്കൊരു ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് റിക്രൂട്ട്മെന്റിലൂടെ ആപ്ലിക്കേഷൻസ് വരികയും ആ ആപ്ലിക്കേഷൻ സ്ക്രീൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സും കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോസസ്സാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രോസസ്സിൽ ആസ് ദ നെയിം സജസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സെലക്ട് ചെയ്യുകയാണ്. റിക്രൂട്ട്മെന്റിലൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ലിസ്റ്റിൽ നിന്നും നമ്മുടെ ജോബ് വേക്കൻസിക്ക് അനുയോജ്യമായ ക്വാളിഫിക്കേഷനും സ്കിൽ സെറ്റും ഉള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ എ സ്റ്റാൻഡേർഡ് സെലക്ഷൻ പ്രോസസ്: പ്രിലിമിനറി ഇന്റർവ്യൂ, ആപ്ലിക്കേഷൻ ബ്ലാങ്ക്, സെലക്ഷൻ ഇന്റർവ്യൂ, reference check, physical examination and final selection. These are the several steps included in the process of selection. Now let us discuss each of these steps. The first step is preliminary interview. After screening the applications, preliminary interview will be conducted. The purpose of preliminary interview is to eliminate unsuitable or unqualified candidates from the selection process. In screening, unqualified candidates are eliminated on the basis of information given in the application form, whereas preliminary interviews reject misfits for reasons which do not appear in the application form. അപ്പോൾ സ്ക്രീനിങ് പ്രോസസ്സിന് തൊട്ട് മുമ്പുള്ള പ്രോസസ്സായ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷനെ നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. സ്ക്രീനിങ് ഇൻ ദ സെൻസ് വൺസ് കാൻഡിഡേറ്റ് തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ജോബ് വേക്കൻസിയുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്തുള്ള സ്ക്രീനിങ് ആണ് നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനകത്ത് കണ്ടക്ട് ചെയ്യുന്നത്. ബട്ട് സെലക്ഷൻ പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പായ പ്രിലിമിനറി ഇന്റർവ്യൂവിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ആ ഒരു കാൻഡിഡേറ്റിലെ ആപ്ലിക്കേഷൻ കൂടാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു വേക്കൻസിക്ക് ആവശ്യമുള്ളത് എന്ന രീതിയിലേക്ക് ഒരു ഇന്റർവ്യൂ ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ. ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ വഴി നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു ഷോർട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Application blanks. This is a method for getting information from a prospective candidate. This serves as personal record of the candidate bearing personal history profile, detailed personal activities, skills and accomplishment. Almost all organizations require job seekers to fill up the application. സെലക്ഷൻ പ്രോസസ്സിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ആഫ്റ്റർ പ്രിലിമിനറി ഇൻ്റർവ്യൂ നമ്മളൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ് ലിസ്റ്റ് ഉണ്ടാകും. അതിൽ നിന്നും പിന്നീട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് എന്നുള്ളത്. ആപ്ലിക്കേഷൻ ബ്ലാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ പ്രിലിമിനറി ഇൻ്റർവ്യൂവിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പ്രൊസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ അവരുടെ പേഴ്സണൽ ഹിസ്റ്ററി, ഡീറ്റെയിൽഡ് പേഴ്സണൽ ആക്ടിവിറ്റീസ്, സ്കിൽസ്, അക്കോംപ്ലിഷ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. അതായത് പ്രിലിമിനറി ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്ത പ്രൊസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ കൊണ്ട് ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത് വഴി ആ ഒരു കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷൻ സാധിക്കും. അടുത്ത പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഡോക്യുമെൻ്റ് ആയിരിക്കും. The third step is selection interview. The next step in the selection process is employment interview. Interview is the widely used selection method. It is a face-to-face interaction between interviewers and the interviewee.
അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളൊരു പ്രിലിമിനറി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് നമ്മളൊരു ഷോർട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പ്രൊസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ ഒരു ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഫിൽ ചെയ്യിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂ, സെലക്ഷൻ ഇൻ്റർവ്യൂയിലേക്ക് കടക്കുന്നത്. സെലക്ഷൻ ഇൻ്റർവ്യൂ ആണ് ഓൾമോസ്റ്റ് ഓൾ ഓർഗനൈസേഷനിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ്. ഒരു ഇൻ്റർവ്യൂവറും ഒരു ഇൻ്റർവ്യൂയിയും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ. അവർ തമ്മിലുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അതുവഴി ആ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സ്കിൽസ് എല്ലാം ഷോക്കേസ് ചെയ്ത് ആ ജോബിന് ഫിറ്റ് ആണ് എന്ന് തെളിയിക്കുന്ന തരത്തിലൊരു എക്സ്പോഷർ കിട്ടുന്ന ഒരു വേദിയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂവിലൂടെ നമ്മുടെ ഓർഗനൈസേഷനെ സൂട്ട് ചെയ്യുന്ന ഒരാളാണോ, റിക്വയർഡ് സ്കിൽ സെറ്റ് എല്ലാം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ഓർഗനൈസേഷനെ കൊണ്ടും സാധിക്കും. റെഫറൻസ് ചെക്സ്. In the selection process, the next step is verifying information or obtaining additional information through reference. The applicant is asked to give the names of 1 or 2 referees who know him personally. Previous employers, university professors, neighbors and friends are usually referrers. However, references are treated as a mere formality and hardly used to influence the selection decision. Once selection interviewന് ശേഷം ആ ഒരു കാൻഡിഡേറ്റ് സെലക്ഷൻ ഇൻ്റർവ്യൂ ക്വാളിഫൈ ആകുകയാണെങ്കിൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് റെഫറൻസ് ചെക്കാണ്. അതായത് ആ ഇൻ്റർവ്യൂ പാസ്സാവുന്ന ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അദ്ദേഹം റെഫറൻസിന് ആവശ്യപ്പെടും. അതായത് അദ്ദേഹത്തിനെ കുറിച്ച്, ഈ കാൻഡിഡേറ്റിനെ കുറിച്ച് പേഴ്സണലായിട്ട് അറിയാവുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് റെക്കമെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു 2-3 ആൾക്കാരുടെ റെഫറൻസ് നമ്പേഴ്സ് ചോദിക്കും. എന്തിനു വേണ്ടിയിട്ടാണിത്? അദ്ദേഹം ഇതിനു മുമ്പ് വർക്ക് ചെയ്ത ഒരു ഓർഗനൈസേഷൻ്റെ റെഫറൻസ് നമ്പർ ആവാം, അല്ലെങ്കിൽ പഠിച്ച കോളേജിൻ്റെ പ്രൊഫസറിൻ്റെ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റഡ് പേഴ്സൺസിൻ്റെ നമ്പർ ആയി. എന്തിനു വേണ്ടി? ജസ്റ്റ് ഒരു ഫോർമാലിറ്റിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റെഫറൻസ് ചെക്ക്, ഒരു ഫോർമാലിറ്റി മാത്രമാണ്. ഒരിക്കലും ഒരു സെലക്ഷൻ പ്രോസസ്സിനെ റെഫറൻസ് ചെക്ക് അധികമായി ബാധിക്കാറില്ല. റെഫറൻസ് ഉണ്ട് എന്ന കാരണം കൊണ്ട് ഒരിക്കലും ഒരാൾ ഒരു ജോബിന് ക്വാളിഫൈഡ് ആവാറില്ല. അദ്ദേഹത്തിന് കൃത്യമായ ക്വാളിഫിക്കേഷനും സ്കിൽ സെറ്റും ഉള്ള എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ സെലക്റ്റഡ് ആവാറുള്ളൂ. റെഫറൻസ് ചെക്ക് ഇസ് ജസ്റ്റ് എ ഫോർമാലിറ്റി ഇൻ ദി സെലക്ഷൻ പ്രോസസ്. The next step is physical examination. The main purpose of conducting physical or medical examination is to have proper matching of job requirement with the physical ability of the candidate. Among various objectives of physical test, the major ones are to detect if the individual is carrying any infectious diseases, to identify health defects of an individual undertaking certain work determined to his or her health, and to protect companies from employees filing compensation claims for injuries and accidents caused by pre-existing ailments. ഫിസിക്കൽ എക്സാമിനേഷൻ വൺസ് റെഫറൻസ് ചെക്കിന് ശേഷം അടുത്തതായിട്ട് ഒരു സെലക്റ്റഡ് കാൻഡിഡേറ്റിന് നമ്മൾ ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സാണ് ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാൻഡിഡേറ്റ് ഫിസിക്കലി ഫിറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുകയാണ്. ഫിസിക്കലി ഫിറ്റ് മീൻസ് അദ്ദേഹം യാതൊരുവിധ ഇൻഫെക്ഷ്യസ് ആയ ഡിസീസസും ക്യാരി ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ആ കമ്പനീസിലുള്ള ആൾക്കാർക്ക് പകരുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെൽത്ത് അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് മാത്രമല്ല നിലവിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇൻ കേസ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ ക്ലെയിം വരികയാണെങ്കിൽ അത് ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ളതാണോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ആ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. Final selection follows the above procedures outlined. Selected candidates would be sent with appointment orders. Additional names that required vacancy may be kept in the waiting list. അപ്പോൾ ഈ പറഞ്ഞ 5 സ്റ്റെപ്പുകൾ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം, ഈ 5 സ്റ്റെപ്പിലും കൂടെ കടന്നു വന്നതിന് ശേഷം ഒരു കാൻഡിഡേറ്റ് സെലക്റ്റഡ് ആകുകയാണെങ്കിൽ നമ്മൾ ഫൈനൽ സെലക്ഷൻ പ്രോസസ്സായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ആ ഒരു കാൻഡിഡേറ്റിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. വൺ സെലക്റ്റഡ് ആവാത്ത കാൻഡിഡേറ്റ്സിനെ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ കീപ്പ് ചെയ്യുകയും, കാരണം ഇൻ കേസ് ഫ്യൂച്ചറിൽ അഡീഷണൽ റിക്വയർമെൻറ്റ്സ് വേക്കൻസീസ് ഉണ്ടാകുകയാണെങ്കിൽ അതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 6 സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് 6 സ്റ്റെപ്സ്? പ്രിലിമിനറി ഇൻ്റർവ്യൂ, ആപ്ലിക്കേഷൻ ബ്ലാങ്ക്, സെലക്ഷൻ ഇൻ്റർവ്യൂ, റെഫറൻസ് ചെക്ക്, ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഫൈനൽ സെലക്ഷൻ. Now let us look into the difference between
recruitment and selection. Recruitment technically precedes selection, but selection follows recruitment. ടെക്നിക്കലി റിക്രൂട്ട്മെൻ്റ് ആണ് ആദ്യമേ നടക്കുന്ന പ്രോസസ്സ്. ഒരു സെലക്ഷൻ പ്രോസസ്സിന് മുമ്പേ ഒരു ഓർഗനൈസേഷന് ഉണ്ടാകുന്ന വേക്കൻസീസ് എല്ലാം പബ്ലിക്കിനെ അറിയിക്കുകയും അതുവഴി ആപ്ലിക്കേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള റിക്രൂട്ട്മെൻറ്റിന് ശേഷമുള്ള റിക്രൂട്ട്മെൻറ്റ് ഫോളോ ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. The process of identifying and encouraging potential candidates to apply for job in the organization is known as recruitment. The selection involves choosing the best out of those recruited. ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് നല്ല കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തി അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിൽ നിന്നും നമുക്ക് സ്യൂട്ടഡ് എന്ന് തോന്നുന്ന ആൾക്കാരെ ചൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റ് ഇസ് പോസിറ്റീവ് ആസ് ഇറ്റ് എയിംസ് അറ്റ് ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ജോബ് സീക്കേഴ്സ് ഫോർ വൈഡർ ചോയ്സ് ഓർ ഇൻക്രീസിംഗ് ദ സെലക്ഷൻ റേഷ്യോ. Selection, on the other hand, is negative in its application as it rejects a large number of unqualified applications in order to identify those who are suitable for the jobs. റിക്രൂട്ട്മെൻറ്റ് ഒരു പോസിറ്റീവ് പ്രോസസ്സും സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സ് ആണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? റിക്രൂട്ട്മെൻറ്റ് എന്തുകൊണ്ടാണ് പോസിറ്റീവ് പ്രോസസ്സ്? കാരണം കൂടുതൽ കാൻഡിഡേറ്റ്സിനെ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ഓർഗനൈസേഷന് വേക്കൻസി ഉണ്ടാകുമ്പോൾ അത് പബ്ലിക്കിൽ അറിയിച്ച് മാക്സിമം ആപ്ലിക്കേഷൻസ് കൊണ്ടുവരാനാണ് റിക്രൂട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം സെലക്ഷൻ അത് എന്താ നടക്കുക? ഈ മാക്സിമം ആപ്ലിക്കൻസിൽ നിന്നും ഏറ്റവും കുറച്ച് അല്ലെങ്കിൽ ബെസ്റ്റ് സ്യൂട്ടഡ് ആൾക്കാരെ കാണിക്കാനായിട്ട് ആപ്ലിക്കേഷൻസ് കുറച്ച് കൊണ്ടുവരിക, ആപ്ലിക്കൻസിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് റിക്രൂട്ട്മെൻറ്റ് ഒരു പോസിറ്റീവ് പ്രോസസ്സും സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സ് എന്ന നിലയിലും പറയുന്നത്. Recruitment involves searching. Selection involves comparing those already searched. റിക്രൂട്ട്മെൻ്റ് അകത്ത് നമുക്ക് പ്രൊസ്പെക്റ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെലക്ഷൻ പ്രോസസ്സിലോ ഓൾറെഡി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ സെർച്ച് ചെയ്ത ആൾക്കാരിൽ നിന്നും കമ്പയർ ചെയ്ത് ബെസ്റ്റിനെ കണ്ടുപിടിക്കുകയാണ് സെലക്ഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ സെയിം ആണോ എന്ന് ചോദിച്ചാൽ അല്ല, രണ്ട് ഡിസ്റ്റിങ് പ്രോസസ് ആണ്. ബട്ട് ഇറ്റ് ഈസ് എ വെരി ഇന്റർ റിലേറ്റഡ് പ്രോസസ്. റിക്രൂട്ട്മെൻറ്റ് കൃത്യമായി നടന്നാൽ മാത്രമേ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഇന്റർ റിലേറ്റഡ് ആണ്, ബട്ട് ദേ ഓൾസോ ഹാവ് ദെയർ ഓൺ ഡിഫറൻസസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ആഫ്റ്റർ റിക്രൂട്ട്മെൻറ്റ് ദ നെക്സ്റ്റ് പ്രോസസ് ഈസ് സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റിക്രൂട്ട്മെൻറ്റിലൂടെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു കാൻഡിഡേറ്റ് ലിസ്റ്റിൽ നിന്നും ജോബ് വേക്കൻസിയിൽ ഏറ്റവും സൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു 6 സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ബേസിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് അസൈൻമെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.